ഹായ്, ഇന്ന് ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പി നോക്കാമേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം കുറച്ച് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ചധികം ശർക്കരയുണ്ട്. ഇത് നമ്മൾ സിറപ്പാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. നമ്മുടെ ശർക്കര നല്ല ഉരുകി വന്നിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തായിരുന്നു. അതിനുശേഷം നമ്മളതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടി ചേർത്ത് കൊടുത്ത് വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് 1 തേങ്ങ തിരികിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ആ ഈർപ്പം ഒന്ന് മാറി കിട്ടിയാൽ മതി. അതിനുശേഷം ഞാനിതിലേക്ക് ആ ഉരുക്കിയ ശർക്കര ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊട്ടി പുറത്തേക്ക് വരില്ല. അല്ലെങ്കിൽ നമ്മളത് വേവിക്കുന്ന സമയത്ത് ചിലപ്പോൾ ശർക്കര അതിൻ്റെ അകത്തിരുന്ന് ഉരുകി അത് പുറത്തേക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്താൽ അത് മാവിൻ്റെ ആ ഒരു ബോളിന് പുറത്തേക്ക് വരില്ല. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ജീരകവും ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിലാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഇതൊരു നല്ല ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ച ആ മാവുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബോൾ പരുവത്തിലാക്കി എടുക്കണേ. നമ്മുടെ കയ്യിൽ ചെറുതായിട്ട് വെള്ളം തൊട്ടിട്ടെടുത്ത കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഉരുട്ടി ഒരു നല്ല ബോൾ പോലെ ആക്കി എടുക്കാം. ഇത് ബോൾ പോലെ ആക്കിയതിന് ശേഷം ഞാൻ ഇഡലിപ്പാത്രത്തിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം തീ കത്തിച്ച് നമുക്കിത് ആവി കയറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ.